എന്നിട്ട് തങ്ങൾ എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയി. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളുണ്ട്, 2 പ്ലേറ്റ്, എല്ലാ വിഭവങ്ങളും അവിടെ ഉണ്ട്. തങ്ങളെ കൈ കെട്ടി എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അല്പം ഞാനൊന്ന് മടിച്ചു. തങ്ങളെ കൂടെയാണ് ഇരിക്കാൻ പോണത്. കാരണം എൻ്റെ ജീവിത രീതി അങ്ങനെയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടിയിട്ടില്ല. ആട്ടും തുപ്പും അയിത്തവും ചാണകം തളിക്കലൊക്കെ കണ്ടുപിടിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇരിക്കും ശിഹാബ് തങ്ങളെ കൂടിലാണ്. അദ്ദേഹം ഒരു കോരി കൊണ്ട് ഒരു ചോറ് കോരിട്ടു. ഞാൻ ഏറെ സ്നേഹിച്ച, അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 10 വർഷമായി. ധാരാളം കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 980-ലാണ് ഞാൻ ഈ മുറ്റത്ത് കാല് കുത്തുന്നത്. അന്ന് ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ബോധ്യമുണ്ടായൊരു കാലഘട്ടം ആ 980-ലെ ഭാഷാ സമരത്തിലാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ ഇവിടെ വരുമ്പോൾ എൻ്റെ പ്രായം 15 വയസ്സാണ്. തങ്ങൾ കസേരയിരിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതാണ് തങ്ങളെ ഉണ്ണികൃഷ്ണൻ എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തപ്പോൾ ഇപ്പം കാണുന്ന മേശയുടെ അടുത്തിരിക്കുന്ന കസേരയിൽ എണീറ്റ് നിന്നിട്ട് 2 കൈയും കൂട്ടി അദ്ദേഹത്തിൻ്റെ മാറോടടിച്ചപ്പോഴാണ് ഞാനും മനുഷ്യനാണ് എന്ന് എനിക്ക് ബോധ്യമായത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നെഞ്ചിലേക്ക് മാറിലേക്ക് എൻ്റെ ശരീരം ഒട്ടി നിന്നപ്പോഴാണ്. ആ ശരീരം ഒട്ടി നിന്നപ്പോൾ എൻ്റെ തലയിൽ ഒരു കൈ വെച്ചൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടിയാവണം, ഞാൻ വിദ്യാർത്ഥിയാണ്, അത്യാവശ്യം പ്രസംഗിക്കണം, ഉന്നതങ്ങളിലെത്തണം. ആ ഒരു വാക്കിൻ്റെ ഫലമാണ് മലപ്പുറത്തെ 48 ലക്ഷം ജനങ്ങളുടെ ജനപ്രതിയായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മാത്രമല്ല 2004-05 ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനം മഞ്ചേരി നടക്കുകയാണ്, ഗ്രീൻ കാർഡ് പരേഡ്. ഞാൻ അന്ന് ഇവിടെ വന്നിട്ട് മുറ്റത്തേക്ക് നടന്നു വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച് അലബിയാക്കം ജീവിച്ചിരിപ്പുണ്ട്. അലബിയാക്ക പറഞ്ഞു, ഉറക്കനെയാണ് പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ വരുന്നുണ്ട്. ഉറക്കെ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ അലബിയാക്ക അങ്ങനെ പ്രതിക്കാരനാണ്. ഉറക്കെ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ വരുന്നുണ്ട്. തങ്ങൾ അവിടെ നിന്നിട്ട് പറഞ്ഞു, അവനെ അങ്ങോട്ട് കയറ്റിയിട്ട് ചായ കൊടുക്കുക അലബിയെ എന്ന് പറഞ്ഞു. ഞാൻ ചായ കുടിച്ചിട്ടു ഞാൻ തിരിച്ചു പോയി. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ തിരിച്ച് മലപ്പുറം ഇന്നത്തെ പൊളിച്ചു മാറ്റി മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ കയറുന്നപ്പോൾ ഏതാണ്ട് 1 മണിയായപ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസർ ഫോൺ വന്നു. തങ്ങളാണ് സംസാരിക്കുന്നത്. തങ്ങൾ ചോദിച്ചു ലീഗ് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. തങ്ങളാണ് ഉണ്ണികൃഷ്ണൻ, അതാ ഫോണെന്ന് പറഞ്ഞപ്പോൾ തങ്ങളെന്നോട് പറഞ്ഞു, ഞാനിവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു, എന്തിനെ പോയി എന്ന് ചോദിച്ചു. ഞാൻ ജില്ലാ ലീഗിൻ്റെ സമ്മേളനമല്ലേ അപ്പോൾ അതുകൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. ഉടനെ ഒരു വണ്ടി വിളിച്ചിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു പാണക്കാട്ടേക്ക്. എൻ്റെ കയ്യിലൊന്ന് ആകെ 86 രൂപയാണ് ഉള്ളത്, 86 രൂപ. അവിടെ നിന്ന് 200-250 കാറിന് പൈസ ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു, ഞാനിപ്പോൾ എങ്ങനെ പോവുക, കാറ് വിളിച്ച് പോയിക്കോ എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ വണ്ടി ഇരുന്നപ്പോൾ അരബിയാക്ക അത് കാറിലാണ് വന്നു വെച്ചു. ഞാൻ കാറിലാണ് വന്നത്, എന്നോട് കാറ് വിളിച്ച് വരാനാണ് വന്നത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പൈസ വെച്ച്. അപ്പോൾ തങ്ങളോട് നേരെ ഇന്ന് അൽബി ഏതാണ് കൊടുത്താളുണ്ട്, പൈസ എടുത്തിട്ട് അൽബിയാക്കാൻ്റെ കൈ കൊടുത്തു. എന്നിട്ട് തങ്ങൾ എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയി. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളുണ്ട്, 2 പ്ലേറ്റ്, എല്ലാ വിഭവങ്ങളും അവിടെ ഉണ്ട്. തങ്ങളെ കൈ കെട്ടി എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അല്പം ഞാനൊന്ന് മടിച്ചു. തങ്ങളെ കൂടെയാണ് ഇരിക്കാൻ പോണത്. കാരണം എൻ്റെ ജീവിത രീതി അങ്ങനെയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടിയിട്ടില്ല. ആട്ടും തുപ്പും അയിത്തവും ചാണകം തളിക്കലൊക്കെ കണ്ടുപിടിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇരിക്കും ശിഹാബ് തങ്ങളെ കൂടിലാണ്. അദ്ദേഹം ഒരു കോരി കൊണ്ട് ഒരു ചോറ് കോരിട്ടു, ഇത്തിരി കറി വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടം പോലെ കഴിച്ചോ എന്ന് പറഞ്ഞ് സ്വന്തം കൈപ്പട കൊണ്ട് ഒരു കോരി ചോറ് തിന്നാൻ ഭാഗ്യം ലഭിച്ച ഒരു തറവാടാണ് പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട് എന്ന യാഥാർത്ഥ്യം കൂടി തുറന്നു പറയാൻ ഈ സന്ദർഭം അറിയിക്കുന്നു. ഇവിടെ രാജ്യം കലാപത്തിലേക്ക് പോകുന്നു, ഹിന്ദു മുസ്ലിം സംഘടന ഉണ്ടാകാൻ പോകുന്നു, ഒരുപാട് പള്ളികളും ക്ഷേത്രങ്ങളും പരസ്പരം തകരാൻ പോകുന്ന അവസ്ഥയിലാണ്. ലോക ജനതയ്ക്ക് മാതൃകയായി, ഇന്ത്യൻ ജനങ്ങൾക്ക് മാതൃകയായി ഒരാൾ, 100 കണക്കിന് പത്രമാധ്യമ പ്രവർത്തകന്മാരൊന്ന് ഈ തറവാട്ടിൽ മുറ്റത്തുണ്ട്. തങ്ങൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, തങ്ങളോട് ചോദിച്ച പത്രക്കാർ, തങ്ങളെ ബാബരി മസ്തകർക്ക് തങ്ങളുടെ നിലപാടെന്താണ്? ഒന്നും തിരിഞ്ഞാലോചിക്കാതെ പറഞ്ഞു, മുസ്ലിങ്ങൾ ഇസ്ലാമിനെ മുറുകെ പിടിക്കുക, ഇസ്ലാമിക സന്ദേശമായ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ദൂതന്മാരായി മുന്നോട്ട് പോകണം. ഒന്നുകൂടെ പറഞ്ഞു, സഹോദര സമുദായത്തിൻ്റെ ഒരു ഓടിൻ്റെ ഘട്ടം താഴെ വീഴാൻ പാടുന്ന
ലോകത്താദ്യമായി പ്രഖ്യാപിച്ചത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അതിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വാക്കുകൊണ്ട് ലോകത്ത് ജനത ഞെട്ടിത്തെറിച്ചു. ഇതുപോലൊരു വലിയ മനസ്സ് ജീവിച്ചിരിക്കുന്നു. ആ മനസ്സിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ മാണിക്യ കൊട്ടാരത്തിൽ മുത്തുപോലെ സൂക്ഷിക്കുന്ന ശിഹാബ് തങ്ങളെ എന്നും ഓർക്കപ്പെടും. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ആറ്റാക്കവിടെ പറഞ്ഞു, ഓരോ വാർഡിലും തങ്ങൾ ജീവിക്കുകയാണ്. ഓരോ മരത്തിലും ഓരോ ചെടിയിലും ഓരോ സ്ഥലത്തും ശിഹാബ് തങ്ങൾ ജീവിക്കുകയാണ്. എവിടെ പോയാൽ ബൈത്തുൽ സ്മാരകമാണ് കാണുന്നത്. തീർച്ചയായിട്ടും തങ്ങൾ ഇന്ന് സ്മരിക്കപ്പെടും. കിടാവിടക്കായി വെള്ളി നക്ഷത്രം പോലെ വിളങ്ങട്ടെ. ഞാൻ അവസാനിക്കുന്നു.